നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഉള്ളിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഉള്ളിക്കറി അഥവാ ഉള്ളി തീയൽ എന്നൊക്കെ പറയും. അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് അരമുറി തേങ്ങയുടെ പീര ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാപ്പീരയ്ക്കകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 8-9 കൊല്ലമുളക്, 1/2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഉള്ളി കനം കുറച്ച് അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഒന്ന് വറുത്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം തീരെ കുറച്ചിട്ട് നമുക്ക് പതുക്കെ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങാപ്പീരയുടെയൊക്കെ നിറമെല്ലാം മാറി വന്നിട്ടുണ്ട്, നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം തൊടാതെ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അരകല്ലിലോ അരച്ചെടുക്കാം. അരകല്ലുണ്ടെങ്കിൽ, അരയ്ക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അരകല്ലിൽ തന്നെ ഇത് അരച്ചെടുക്കുക. അരകല്ലിൽ അരയ്ക്കുന്ന അരപ്പിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അത് നമ്മൾ മിക്സിയിൽ അരച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഈ അരപ്പ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനായിട്ട്. അമ്മ നല്ല സൂപ്പറായിട്ട് അത് അരച്ച് എടുത്തിട്ടുണ്ട്. അരപ്പ് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കല്ല് കഴുകിയ വെള്ളം മറ്റൊരു പാത്രത്തിൽ എടുക്കേണ്ടതാണ്. നമുക്കത് പ്രിപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് കല്ല് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്കൊക്കെ കഴിവതും മൺചട്ടി യൂസ് ചെയ്യുക. ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് 2 വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആ അരകല്ല് കഴുകിയ വെള്ളവും കുറച്ച് പച്ചവെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരകല്ലിൽ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ടൊന്ന് കുറുകി. ഇനി നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 2 to 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം.
കറി ഒന്ന് രുചിച്ച് നോക്കി ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ലോയിൽ സെറ്റ് ചെയ്ത് പതുക്കെ നമുക്കിതിൻ്റെ ചാറൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ വറ്റി ഉള്ളിത്തീയൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.